എഡ്യൂകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കടക്കാം. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന നാണ്യവിള. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന നാണ്യവിളയാണ് പരുത്തി. പരുത്തിയാണ് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന നാണ്യവിള. കേരളത്തിൻ്റെ 14ാമത്തെ ജില്ലയായി കാസർഗോഡ് രൂപം കൊണ്ടതെന്ന്. കേരളത്തിൻ്റെ 14ാമത്തെ ജില്ലയായി കാസർഗോഡ് രൂപം കൊണ്ടത് 1984 മെയ് 24. 1984 മെയ് 24 കേരളത്തിൻ്റെ 14ാമത്തെ ജില്ലയായി കാസർഗോഡ് രൂപം കൊണ്ടത്. ഒരു പ്രത്യേക സ്ഥലത്തുള്ള സസ്യവിഭാഗം അറിയപ്പെടുന്ന പേര്. ഒരു പ്രത്യേക സ്ഥലത്തുള്ള സസ്യവിഭാഗം അറിയപ്പെടുന്ന പേര് ഫ്ലോറ. ഫ്ലോറ എന്ന പേരിലാണ് ഒരു പ്രത്യേക സ്ഥലത്തുള്ള സസ്യവിഭാഗം അറിയപ്പെടുന്നത്. ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം. ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് ആണ് ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം. റാണിഗഞ്ച് കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ്? റാണിഗഞ്ച് കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാൾ സംസ്ഥാനത്തിലാണ് റാണിഗഞ്ച് കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൽ ഉടനീളം ആലപിച്ച വരിക വരിക സഹചരെ എന്ന ഗാനം രചിച്ചത്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൽ ഉടനീളം ആലപിച്ച വരിക വരിക സഹചരെ എന്ന ഗാനം രചിച്ചത് അംശി നാരായണപിള്ള. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൽ ഉടനീളം ആലപിച്ച വരിക വരിക സഹചരെ എന്ന ഗാനം രചിച്ചത് അംശി നാരായണപിള്ള. 1930 ഏപ്രിൽ 21 പയ്യന്നൂരിൽ എത്തിച്ചേർന്ന കെ കേളപ്പൻ സംഘത്തെയും അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. 1930 ഏപ്രിൽ 21 പയ്യന്നൂരിൽ എത്തിച്ചേർന്ന കെ കേളപ്പനെയും സംഘത്തെയും അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടായിരുന്നു 1930 ഏപ്രിൽ 21 പയ്യന്നൂരിൽ എത്തിച്ചേർന്ന കെ കേളപ്പനെയും സംഘത്തെയും അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. മാവ് പുളിക്കുമ്പോൾ പുറത്തുവരുന്ന വാതകം. മാവ് പുളിക്കുമ്പോൾ പുറത്തുവരുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡാണ് മാവ് പുളിക്കുമ്പോൾ പുറത്തുവരുന്ന വാതകം. ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി. ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ് ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര നദിയാണ് ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി. ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത് രാജ് നാരായൺ ബോസ്. രാജ് നാരായൺ ബോസ് ആണ് ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത്. ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്ന നൃത്തരൂപം. ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഒഡീസി. ഒഡീസിയാണ് ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്ന നൃത്തരൂപം. ആണി ചുറ്റിക കൊണ്ട് അടിച്ചു കയറ്റുമ്പോൾ പ്രയോഗിക്കപ്പെടുന്ന ബലം. ആണി ചുറ്റിക കൊണ്ട് അടിച്ചു കയറ്റുമ്പോൾ പ്രയോഗിക്കപ്പെടുന്ന ബലം ആവേഗബലം. ആണി ചുറ്റിക കൊണ്ട് അടിച്ചു കയറ്റുമ്പോൾ പ്രയോഗിക്കപ്പെടുന്ന ബലം അറിയപ്പെടുന്നത് ആവേഗബലം എന്നാണ്. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 3:2. 3:2 ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ലോഗോയിൽ കാണപ്പെടുന്ന മൃഗം. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ലോഗോയിൽ കാണപ്പെടുന്ന മൃഗം സിംഹം. സിംഹമാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ലോഗോയിൽ കാണപ്പെടുന്ന മൃഗം. മലിനീകരണം നടത്തുന്ന വ്യവസായശാലകളുടെ മേൽ ചുമത്തുന്ന നികുതി. മലിനീകരണം നടത്തുന്ന
വ്യവസായശാലകളുടെ മേൽ ചുമത്തുന്ന നികുതി കാർബൺ നികുതി. കാർബൺ നികുതിയാണ് മലിനീകരണം നടത്തുന്ന വ്യവസായശാലകളുടെ മേൽ ചുമത്തുന്ന നികുതി അറിയപ്പെടുന്നത്. പാലിയം സത്യാഗ്രഹം നടന്ന വർഷം. പാലിയം സത്യാഗ്രഹം നടന്ന വർഷം 1947. 1947 പാലിയം സത്യാഗ്രഹം നടന്നത്. ചാന്നാർ ലഹള അറിയപ്പെടുന്ന മറ്റൊരു പേര്. ചാന്നാർ ലഹള അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മേൽമുണ്ട് സമരം. ചാന്നാർ ലഹള അറിയപ്പെടുന്ന മറ്റൊരു പേര് മേൽമുണ്ട് സമരം. മിസ് വേൾഡ് മത്സരത്തിൻ്റെ ആപ്തവാക്യം. മിസ് വേൾഡ് മത്സരത്തിൻ്റെ ആപ്തവാക്യം ബ്യൂട്ടി വിത്ത് എ പേർപ്പസ്. ബ്യൂട്ടി വിത്ത് എ പേർപ്പസ് എന്നതാണ് മിസ് വേൾഡ് മത്സരത്തിൻ്റെ ആപ്തവാക്യം. വെർട്ടിസോൾ എന്നറിയപ്പെടുന്ന മണ്ണിനമേത്. വെർട്ടിസോൾ എന്നറിയപ്പെടുന്ന മണ്ണിനം കറുത്ത മണ്ണ്. കറുത്ത മണ്ണാണ് വെർട്ടിസോൾ എന്നറിയപ്പെടുന്ന മണ്ണിനം. മുതുകുളം പ്രസംഗം നടത്തിയതാര്? മുതുകുളം പ്രസംഗം നടത്തിയത് മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനാണ് മുതുകുളം പ്രസംഗം നടത്തിയത്. സൾഫ്യൂരിക് ആസിഡ് നിറഞ്ഞ മേഘപാളികളാൽ ആവൃതമായ ഗ്രഹം. സൾഫ്യൂരിക് ആസിഡ് നിറഞ്ഞ മേഘപാളികളാൽ ആവൃതമായ ഗ്രഹം ശുക്രൻ. ശുക്രനാണ് സൾഫ്യൂരിക് ആസിഡ് നിറഞ്ഞ മേഘപാളികളാൽ ആവൃതമായ ഗ്രഹം. ലോക നാട്ടറിവ് ദിനമായി ആചരിക്കുന്നത്. ലോക നാട്ടറിവ് ദിനം ആചരിക്കുന്നത് ഓഗസ്റ്റ് 22. ഓഗസ്റ്റ് 22 ലോക നാട്ടറിവ് ദിനമായി ആചരിക്കുന്നത്. നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശം. നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശം ചിന്നാർ. ചിന്നാർ വനപ്രദേശമാണ് നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശം. ചെമ്മീൻ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല. ചെമ്മീൻ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കൊല്ലം. കൊല്ലം ജില്ലയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചെമ്മീൻ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല. തമിഴ്നാടും കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ജില്ല. തമിഴ്നാടും കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ജില്ല വയനാട്. വയനാട് ജില്ലയാണ് തമിഴ്നാടും കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ജില്ല. തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല. തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല കണ്ണൂർ. കണ്ണൂർ ജില്ലയാണ് തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് പാലക്കാട്. കേരളത്തിൽ പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള ജില്ല വയനാട്. കേരളത്തിൽ വയനാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ആദിവാസികൾ ഉള്ളത്. മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയുടെ പേര്. മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയുടെ പേര് എൻ്റെ ജീവിത സ്മരണകൾ. എൻ്റെ ജീവിത സ്മരണകളാണ് മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥ. മന്നത്ത് പത്മനാഭനെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചതാര്? മന്നത്ത് പത്മനാഭനെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കർ. സർദാർ KM പണിക്കറായിരുന്നു മന്നത്ത് പത്മനാഭനെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത്. സൂര്യപ്രകാശം 7 വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം. സൂര്യപ്രകാശം 7 വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം പ്രകീർണനം. പ്രകീർണനം എന്ന പ്രതിഭാസമാണ് സൂര്യപ്രകാശം 7 വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം അറിയപ്പെടുന്നത്. സൗരസ്പെക്ട്രത്തിലെ തരംഗദൈർഘ്യം കൂടിയ വർണ്ണമേത്? സൗരസ്പെക്ട്രത്തിലെ തരംഗദൈർഘ്യം കൂടിയ വർണ്ണം ചുവപ്പ്. ചുവപ്പാണ് സൗരസ്പെക്ട്രത്തിലെ തരംഗദൈർഘ്യം കൂടിയ വർണ്ണം. സോഡാ വെള്ളത്തിലെ ലീനമേത്? സോഡാ വെള്ളത്തിലെ ലീനം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്.
കാർബൺ ഡൈ ഓക്സൈഡാണ് സോഡ വെള്ളത്തിലെ ലീനം. പത്മശ്രീ നേടുന്ന ആദ്യത്തെ ട്രാൻസ്ജെൻഡർ. പത്മശ്രീ നേടുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ നർത്തകി നടരാജ്. നർത്തകി നടരാജാണ് പത്മശ്രീ നേടുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറാണ് ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ. തോൽവിറക് സമരം നടന്ന ജില്ല. തോൽവിറക് സമരം നടന്ന ജില്ല കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിൽ വെച്ചായിരുന്നു തോൽവിറക് സമരം നടന്നത്. 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന കൃതി ആരുടെയാണ്? 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന കൃതി ആരുടേതാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ കൃതിയാണ് 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന പ്രക്രിയ. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന പ്രക്രിയ കാർബൺ ഡേറ്റിംഗ്. കാർബൺ ഡേറ്റിംഗ് ആണ് ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന പ്രക്രിയ. സൂയിസൈഡ് ബാഗുകൾ എന്നറിയപ്പെടുന്ന കോശാംഗം. സൂയിസൈഡ് ബാഗുകൾ എന്നറിയപ്പെടുന്ന കോശാംഗമാണ് ലൈസോസോം. ലൈസോസോമാണ് സൂയിസൈഡ് ബാഗുകൾ എന്നറിയപ്പെടുന്ന കോശാംഗം. ഒരു കണ്ണിന് മാത്രം കാഴ്ച കുറയുന്ന രോഗത്തിൻ്റെ പേര്. ഒരു കണ്ണിന് മാത്രം കാഴ്ച കുറയുന്ന രോഗത്തിൻ്റെ പേര് ആംബ്ലിയോപ്പിയ. ആംബ്ലിയോപ്പിയ എന്ന രോഗമാണ് ഒരു കണ്ണിന് മാത്രം കാഴ്ച കുറയുന്ന രോഗം. തുരിശിൻ്റെ രാസനാമം. തുരിശിൻ്റെ രാസനാമം കോപ്പർ സൾഫേറ്റ്. കോപ്പർ സൾഫേറ്റ് എന്നതാണ് തുരിശിൻ്റെ രാസനാമം. വില്ലുവണ്ടി സമരം നടത്തിയ നവോത്ഥാന നേതാവ്. വില്ലുവണ്ടി സമരം നടത്തിയ നവോത്ഥാന നേതാവാണ് അയ്യങ്കാളി. അയ്യങ്കാളിയാണ് വില്ലുവണ്ടി സമരം നടത്തിയ നവോത്ഥാന നേതാവ്. കടലിൽ എണ്ണ കലരുന്നത് മൂലമുണ്ടാകുന്ന മലിനീകരണം തടയുവാൻ ഉപയോഗിക്കുന്ന ബാക്ടീരിയ. കടലിൽ എണ്ണ കലരുന്നത് മൂലമുണ്ടാകുന്ന മലിനീകരണം തടയുവാൻ ഉപയോഗിക്കുന്ന ബാക്ടീരിയ സൂപ്പർ ബഗ്. സൂപ്പർ ബഗ്ഗാണ് കടലിൽ എണ്ണ കലരുന്നത് മൂലം ഉണ്ടാകുന്ന മലിനീകരണം തടയുവാൻ ഉപയോഗിക്കുന്ന ബാക്ടീരിയ. ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്ന കടലിടുക്ക്. ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്ന കടലിടുക്കാണ് പാക് കടലിടുക്ക്. പാക് കടലിടുക്കാണ് ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്ന കടലിടുക്ക്. ഗാന്ധിജി കൊല്ലപ്പെട്ട ദിവസം. ഗാന്ധിജി കൊല്ലപ്പെട്ട ദിവസം 1948 ജനുവരി 30. 1948 ജനുവരി 30 ഗാന്ധിജി കൊല്ലപ്പെട്ടത്. ഏറ്റവും കൂടുതൽ മാംസ്യം അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനം. ഏറ്റവും കൂടുതൽ മാംസ്യം അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനമാണ് ഉലുവ. ഏറ്റവും കൂടുതൽ മാംസ്യം അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനം ഉലുവ. നെയ്വേലി തെർമൽ പവർ സ്റ്റേഷൻ ഏതു രാജ്യത്തിൻ്റെ സഹകരണത്തോടെയാണ് സ്ഥാപിച്ചത്? നെയ്വേലി തെർമൽ പവർ സ്റ്റേഷൻ ഏതു രാജ്യത്തിൻ്റെ സഹകരണത്തോടെയാണ് സ്ഥാപിച്ചത്? റഷ്യ. റഷ്യയുടെ സഹകരണത്തോടെയാണ് നെയ്വേലി തെർമൽ പവർ സ്റ്റേഷൻ സ്ഥാപിച്ചത്. നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്നത്. നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്നത് തലാമസ്. തലാമസ് ആണ് നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്നത്. ഓക്സിജൻ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായി ബഹിരാകാശ വാഹനങ്ങളിൽ വളർത്തുന്ന സസ്യം. ഓക്സിജൻ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായി ബഹിരാകാശ വാഹനങ്ങളിൽ വളർത്തുന്ന സസ്യം ക്ലോറെല്ല. ക്ലോറെല്ല എന്ന സസ്യമാണ് ഓക്സിജൻ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായി ബഹിരാകാശ വാഹനങ്ങളിൽ വളർത്തുന്ന സസ്യം. ഗാന്ധിജി ജനിച്ച വീട് അറിയപ്പെടുന്ന പേര്. ഗാന്ധിജി ജനിച്ച വീട് അറിയപ്പെടുന്ന പേര് കീർത്തി മന്ദിർ. കീർത്തി മന്ദിർ എന്ന പേരിലാണ് ഗാന്ധിജി ജനിച്ച വീട് അറിയപ്പെടുന്നത്. ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി. ജോഗ് വെള്ളച്ചാട്ടം
സ്ഥിതി ചെയ്യുന്ന നദി ശരാവതി നദി. ശരാവതി നദിയിലാണ് ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേര്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേര് ഇംപീരിയൽ ബാങ്ക്. ഇംപീരിയൽ ബാങ്ക് എന്നതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേര്. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവൽ. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവൽ ആനന്ദമഠം. ആനന്ദമഠം എന്ന നോവലാണ് ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവൽ. ജമ്മു കശ്മീരിലെ ആദ്യ ലഫ്റ്റനന്റ് ഗവർണറായി നിയമിതനായത്. ജമ്മു കശ്മീരിലെ ആദ്യ ലഫ്റ്റനന്റ് ഗവർണറായി നിയമിതനായത് GC മുർമു. GC മുർമുവാണ് ജമ്മു കശ്മീരിലെ ആദ്യ ലഫ്റ്റനന്റ് ഗവർണറായി നിയമിതനായത്. പുതിയ 2000 രൂപ നോട്ടിൽ ഒപ്പുവെച്ച റിസർവ് ബാങ്ക് ഗവർണർ. പുതിയ 2000 രൂപ നോട്ടിൽ ഒപ്പുവെച്ച റിസർവ് ബാങ്ക് ഗവർണർ ഉർജിത് പട്ടേൽ. ഉർജിത് പട്ടേലാണ് പുതിയ 2000 രൂപ നോട്ടിൽ ഒപ്പുവെച്ച റിസർവ് ബാങ്ക് ഗവർണർ. ഗ്ലാസ് നിർമ്മാണത്തിലെ പ്രധാന അസംസ്കൃത വസ്തു. ഗ്ലാസ് നിർമ്മാണത്തിലെ പ്രധാന അസംസ്കൃത വസ്തുവാണ് സിലിക്ക. സിലിക്കയാണ് ഗ്ലാസ് നിർമ്മാണത്തിലെ പ്രധാന അസംസ്കൃത വസ്തു. ലബോറട്ടറി ഉപകരണങ്ങൾ, തെർമോമീറ്റർ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്. ലബോറട്ടറി ഉപകരണങ്ങൾ, തെർമോമീറ്റർ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് പൈറക്സ് ഗ്ലാസ്. പൈറക്സ് ഗ്ലാസ് ആണ് ലബോറട്ടറി ഉപകരണങ്ങൾ, തെർമോമീറ്റർ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്. പാരമ്പര്യ കലാരൂപങ്ങളുടെ വികസനത്തിനായി ദേശീയ സമരകാലത്ത് കേരളത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം. പാരമ്പര്യ കലാരൂപങ്ങളുടെ വികസനത്തിനായി ദേശീയ സമരകാലത്ത് കേരളത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം കേരള കലാമണ്ഡലം. പാരമ്പര്യ കലാരൂപങ്ങളുടെ വികസനത്തിനായി ദേശീയ സമരകാലത്ത് കേരളത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് കേരള കലാമണ്ഡലം. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം 1857. 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ. കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്. ചീയപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല. ചീയപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. ഇടുക്കി ജില്ലയിലാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. വാഷിംഗ് സോഡ എന്നറിയപ്പെടുന്നത് എന്ത്? വാഷിംഗ് സോഡ എന്നറിയപ്പെടുന്നത് സോഡിയം കാർബണേറ്റ്. സോഡിയം കാർബണേറ്റ് ആണ് വാഷിംഗ് സോഡ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മോക്ഷപ്രദീപം എന്ന കൃതി രചിച്ചതാര്? മോക്ഷപ്രദീപം രചിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗി രചിച്ച കൃതിയാണ് മോക്ഷപ്രദീപം. സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ നടന്ന മതപാർലമെൻറ്റിൽ പങ്കെടുത്ത വർഷം. സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ വെച്ച് നടന്ന മതപാർലമെൻറ്റിൽ പങ്കെടുത്ത വർഷം 1893. 1893 സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ നടന്ന മതപാർലമെൻറ്റിൽ പങ്കെടുത്തത്. കാലാവസ്ഥാ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ബലൂണുകളിൽ നിറച്ചിരിക്കുന്ന വാതകം. കാലാവസ്ഥ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ബലൂണുകളിൽ നിറച്ചിരിക്കുന്ന വാതകമാണ് ഹീലിയം. ഹീലിയം വാതകമാണ് കാലാവസ്ഥ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ബലൂണുകളിൽ നിറച്ചിരിക്കുന്ന വാതകം. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്റ്റ് നടപ്പാക്കിയ ജില്ല. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്റ്റ് നടപ്പാക്കിയ ജില്ല കൊല്ലം. 1953 കൊല്ലം ജില്ലയിലെ നീണ്ടകരയിലാണ് ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്റ്റ് നടപ്പാക്കിയത്. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യമാണ് ശ്രീലങ്ക. ശ്രീലങ്കയാണ്
ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം. ഏത് മണ്ണിൻ്റെ 2 വകഭേദങ്ങളാണ് ഖാദർ ഭംഗർ എന്നിവ? ഏത് മണ്ണിൻ്റെ 2 വകഭേദങ്ങളാണ് ഖാദർ ഭംഗർ എന്നിവ? എക്കൽ മണ്ണ്. എക്കൽ മണ്ണിൻ്റെ 2 വകഭേദങ്ങളാണ് ഖാദർ ഭംഗർ എന്നിവ. പ്രാദേശിക ഭാഷാ പത്രനിയമം നടപ്പിലാക്കിയത് ആര്? പ്രാദേശിക ഭാഷാ പത്രനിയമം നടപ്പിലാക്കിയത് ലിട്ടൻ പ്രഭു. ലിട്ടൻ പ്രഭുവായിരുന്നു പ്രാദേശിക ഭാഷാ പത്രനിയമം നടപ്പിലാക്കിയത്. പ്രച്ഛന്ന ബുദ്ധൻ എന്ന് വിളിക്കപ്പെട്ടത് ശങ്കരാചാര്യർ. ശങ്കരാചാര്യരാണ് പ്രച്ഛന്ന ബുദ്ധൻ എന്ന് വിളിക്കപ്പെട്ടത്. മലയാളി മെമ്മോറിയൽ തിരുവിതാംകൂർ രാജാവിന് സമർപ്പിച്ചതെന്ത്? മലയാളി മെമ്മോറിയൽ തിരുവിതാംകൂർ രാജാവിന് സമർപ്പിച്ചത് 1891 ജനുവരി 1. 1891 ജനുവരി 1 മലയാളി മെമ്മോറിയൽ തിരുവിതാംകൂർ രാജാവിന് സമർപ്പിച്ചത്. ഏറ്റവും ഭാരം കുറഞ്ഞ ഉത്കൃഷ്ടവാതകം. ഏറ്റവും ഭാരം കുറഞ്ഞ ഉത്കൃഷ്ടവാതകമാണ് ഹീലിയം. ഹീലിയമാണ് ഏറ്റവും ഭാരം കുറഞ്ഞ ഉത്കൃഷ്ടവാതകം. ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലാണ് ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത്. മത്സ്യഫെഡിൻ്റെ വാർത്താപത്രിക. മത്സ്യഫെഡിൻ്റെ വാർത്താപത്രിക മത്സ്യയാണ് മത്സ്യഫെഡിൻ്റെ വാർത്താപത്രിക. തീരദേശ സംരക്ഷണ ദിനം എന്നാണ് തീരദേശ സംരക്ഷണ ദിനം? ഫെബ്രുവരി 1. ഫെബ്രുവരി 1 തീരദേശ സംരക്ഷണ ദിനം. കേരളത്തിൻ്റെ വിസ്തീർണം. കേരളത്തിൻ്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ. 38,863 ചതുരശ്ര കിലോമീറ്ററാണ് കേരളത്തിൻ്റെ വിസ്തീർണം. കേരളത്തിൻ്റെ ഔദ്യോഗിക ശലഭം. കേരളത്തിൻ്റെ ഔദ്യോഗിക ശലഭം ബുദ്ധമയൂരി. ബുദ്ധമയൂരിയാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക ശലഭം. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദിയാണ് മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി. കേരളത്തിലെ നൈൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി. കേരളത്തിലെ നൈൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി ഭാരതപ്പുഴ. ഭാരതപ്പുഴയാണ് കേരളത്തിലെ നൈൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി. ദേശീയ ബാലാവകാശ കമ്മീഷൻ ആദ്യ ചെയർപേഴ്സൺ. ദേശീയ ബാലാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ ശാന്താ സിൻഹ. ശാന്താ സിൻഹയായിരുന്നു ദേശീയ ബാലാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ. മനുഷ്യൻ്റെ ശാസ്ത്രീയ നാമം. മനുഷ്യൻ്റെ ശാസ്ത്രീയ നാമം ഹോമോസാപ്പിയൻസ്. ഹോമോസാപ്പിയൻസ് എന്നതാണ് മനുഷ്യൻ്റെ ശാസ്ത്രീയ നാമം. കേരളത്തിൽ ജനസംഖ്യാ വളർച്ചാ നിരക്ക് കൂടിയ ജില്ല. കേരളത്തിൽ ജനസംഖ്യാ വളർച്ചാ നിരക്ക് കൂടിയ ജില്ല മലപ്പുറം. മലപ്പുറമാണ് കേരളത്തിൽ ജനസംഖ്യാ വളർച്ചാ നിരക്ക് കൂടിയ ജില്ല. കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കർണാടക സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്ന ഏത് താലൂക്കാണ് കൂട്ടിച്ചേർത്തത്? കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കർണാടക സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്ന ഏതു താലൂക്കായിരുന്നു കൂട്ടിച്ചേർത്തത്? ഹോസ്ദുർഗ്. കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കർണാടക സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്ന ഹോസ്ദുർഗ് താലൂക്കായിരുന്നു കൂട്ടിച്ചേർത്തത്. വടകരയിൽ സിദ്ധസമാജം സ്ഥാപിച്ചതാര്? വടകരയിൽ സിദ്ധസമാജം സ്ഥാപിച്ചത് സ്വാമി ശിവാനന്ദ പരമഹംസർ. സ്വാമി ശിവാനന്ദ പരമഹംസറായിരുന്നു വടകരയിൽ സിദ്ധസമാജം സ്ഥാപിച്ചത്. കേരളത്തിലെ ഒരേ ഒരു കണ്ടോൺമെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കേരളത്തിലെ ഒരേ ഒരു കണ്ടോൺമെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കണ്ണൂർ. കണ്ണൂർ ജില്ലയിലാണ് കേരളത്തിലെ ഒരേ ഒരു കണ്ടോൺമെൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇരുവഞ്ഞിപ്പുഴ ഏതിൻ്റെ പ്രധാന പോഷക നദിയാണ്?
ഇരുവഞ്ഞിപ്പുഴ. ഏതിൻ്റെ പ്രധാന പോഷക നദിയാണ്? ചാലിയാർ. ചാലിയാറിൻ്റെ പ്രധാന പോഷക നദിയാണ് ഇരുവഞ്ഞിപ്പുഴ. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് നടപ്പാക്കിയ സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്തി രാജ് നടപ്പാക്കിയ സംസ്ഥാനം രാജസ്ഥാൻ. 1959 രാജസ്ഥാനിലായിരുന്നു ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് നടപ്പിലാക്കിയത്. ഡോട്ട്സ് എന്ന ചികിത്സാ സമ്പ്രദായം ഏത് രോഗചികിത്സയ്ക്കുള്ളതാണ്? ഡോട്ട്സ് എന്ന ചികിത്സാ സമ്പ്രദായം ഏത് രോഗചികിത്സയ്ക്കുള്ളതാണ്? ക്ഷയം. ക്ഷയരോഗ ചികിത്സയ്ക്കുള്ളതാണ് ഡോട്ട്സ് എന്ന ചികിത്സാ സമ്പ്രദായം. ഐറിസിൻ്റെ കറുപ്പ് നിറത്തിനു കാരണം. ഐറിസിൻ്റെ കറുപ്പ് നിറത്തിന് കാരണം മെലാനിൻ. മെലാനിനാണ് ഐറിസിൻ്റെ കറുപ്പ് നിറത്തിന് കാരണം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡക്കാൻ പീഠഭൂമി. ഡക്കാൻ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി. ഏതൊക്കെ സമുദ്രങ്ങളെ തമ്മിലാണ് പനാമ കനാൽ ബന്ധിപ്പിക്കുന്നത്? ഏതൊക്കെ സമുദ്രങ്ങളെ തമ്മിലാണ് പനാമ കനാൽ ബന്ധിപ്പിക്കുന്നത്? അറ്റ്ലാന്റിക്, പസഫിക്. അറ്റ്ലാന്റിക്, പസഫിക് സമുദ്രങ്ങളെ തമ്മിലാണ് പനാമ കനാൽ ബന്ധിപ്പിക്കുന്നത്. ടെലിസ്കോപ്പിൻ്റെ സഹായത്തോടെ കണ്ടുപിടിക്കപ്പെട്ട ആദ്യ ഗ്രഹം. ടെലിസ്കോപ്പിൻ്റെ സഹായത്തോടെ കണ്ടുപിടിക്കപ്പെട്ട ആദ്യത്തെ ഗ്രഹം യുറാനസ്. യുറാനസ് ആണ് ടെലിസ്കോപ്പിൻ്റെ സഹായത്തോടെ കണ്ടുപിടിക്കപ്പെട്ട ആദ്യ ഗ്രഹം. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഭക്രാനങ്കൽ. ഭക്രാനങ്കൽ നദീതട പദ്ധതിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. തേനീച്ചയുടെ മെഴുകിലുള്ള ആസിഡ്. തേനീച്ചയുടെ മെഴുകിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് സെറോട്ടിക് ആസിഡ്. സെറോട്ടിക് ആസിഡാണ് തേനീച്ചയുടെ മെഴുകിലുള്ള ആസിഡ്. വുൾഫ്രം എന്നറിയപ്പെടുന്ന ലോഹം. വുൾഫ്രം എന്നറിയപ്പെടുന്ന ലോഹമാണ് ടങ്സ്റ്റൺ. ടങ്സ്റ്റനാണ് വുൾഫ്രം എന്നറിയപ്പെടുന്ന ലോഹം. ഉറുമ്പുകൾ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന രാസവസ്തു. ഉറുമ്പുകൾ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന രാസവസ്തു ഫിറമോൺ. ഫിറമോണാണ് ഉറുമ്പുകൾ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന രാസവസ്തു. പൂനെ യൂണിവേഴ്സിറ്റിയെ പുനർനാമകരണം ചെയ്തത് ഏത് പേരിലായിരുന്നു? പൂനെ യൂണിവേഴ്സിറ്റിയെ പുനർനാമകരണം ചെയ്തത് ഏത് പേരിലാണ്? സാവിത്രിബായ് ഫുലെ പൂനെ യൂണിവേഴ്സിറ്റി. പൂനെ യൂണിവേഴ്സിറ്റിയെ പുനർനാമകരണം ചെയ്തത് സാവിത്രിബായ് ഫുലെ പൂനെ യൂണിവേഴ്സിറ്റി എന്ന പേരിലാണ്. സ്വാഭിമാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ. സ്വാഭിമാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ പെരിയാർ ഇ വി രാമസ്വാമി നായ്ക്കർ. പെരിയാർ ഇ വി രാമസ്വാമി നായ്ക്കറാണ് സ്വാഭിമാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ. കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത. കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിതയാണ് ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ്. ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് ആണ് കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.